എവരിവൺ, വെൽക്കം ബാക്ക് ടു സംഹാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇന്നത്തെ റെസിപ്പി ഞാനെല്ലാവർക്കും പറഞ്ഞിരുന്നത് എൻ്റെ ഉമ്മയാണ് പറഞ്ഞിരുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോൻ്റെ മുന്നിൽ സംസാരിക്കുന്നത്. ഇതുവരെ സംഹയാന്ന് സൗണ്ട് കൊടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ ഇന്നത്തെ താരം മത്തങ്ങയാണ്. അപ്പം മത്തങ്ങ ഒരു മീഡിയം സൈസ് മത്തങ്ങയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ നേരെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം നല്ല ഇതിൽ സ്പൂണ് വെച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീനായി കിട്ടും. അപ്പം ഞാനിപ്പോൾ സ്പൂണ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി മാറ്റി വെച്ചിട്ട് അത് നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഒന്നാമത് നമ്മൾ കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിക്കുക. അപ്പോൾ അതിന് കഷ്ണം ചെറുതാകണമെന്നൊന്നുമില്ല, വലിയ പീസായിട്ടും കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ കുക്കറിലാണ് ഇത് വേവിക്കുക. പിന്നെ ഇത് ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയാണ് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും അമ്മായി എന്ന് പറയുമ്പോൾ ആരാണെന്നുള്ള. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. ഞാൻ ഒരു ദിവസം ഓരോ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അവരെനിക്ക് ഈ പായസം തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്തിൻ്റെ പായസം, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ ചോദിച്ച് ഇത് ഏത് പായസമാണെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഓർ പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി. മത്തം വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതമായി. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് അവിടുന്ന് കഴിച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓർ എനിക്ക് ഈ റെസിപ്പിയെല്ലാം പറഞ്ഞാന്ന് ഇതുപോലെ നീ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ചെറിയൊരു കഷ്ണം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഒന്ന് നിങ്ങൾക്കെല്ലാം ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കാണിച്ചാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനിപ്പോൾ പകുതിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കണ്ട കേട്ടോ, വലിയ പീസ് തന്നെ ആക്കിയിട്ട് നിങ്ങൾ വേവിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണേ, എന്തെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇതാ കട്ട് ചെയ്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ എടുത്തിട്ട് അതിൽ ഇട്ട് വേവിക്കാം. ഗ്യാസ് ഓണാക്കി ഞാൻ കുക്കർ അതിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറേ വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് മതി. അത് ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ടോപ്പ് ഇട്ടിട്ട് ഒരു 3 വിസിൽ, 3 അല്ലെങ്കിൽ 4 വിസിൽ മതി. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. അധികം വേവൊന്നും ഇല്ലാത്ത സംഭവമാണെന്നല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തതാണേ. നാല് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേ. എന്നിട്ടിപ്പോൾ അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം ഞാൻ ടോപ്പ് അയച്ചിട്ട് ഇതാപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ എന്താ നിങ്ങളെ വീട്ടിലുള്ള എന്തെങ്കിലും സംഭവം വെച്ചിട്ട് ഇതുപോലെ നല്ലോണം മേഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. സ്മൂത്തായിട്ട് നല്ല കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
പായസത്തിന് വേണ്ടിയിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാൻ എടുക്കുന്നത് ഇപ്പം വെല്ലത്തിനോടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 വെല്ലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോരാളെ ഇഷ്ടത്തിനെടുത്ത മധുരം ഞാനിപ്പോൾ ഈ 4 വെല്ലത്തിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5ഓ 6ഓ അങ്ങനെ അങ്ങനത്തെ വെച്ചോ. പക്ഷേങ്കിൽ ഈ മീഡിയം സൈസ് പിന്നെ മത്തങ്ങക്ക് ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പായസത്തിലേക്ക് പച്ചരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ഒരു കൈപ്പിടി പച്ചരി എടുത്തിട്ട് കുതിർത്തണം. അപ്പോൾ ഈ ഗ്ലാസ്സിലെടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ അങ്ങനെ വേണ്ടു. അപ്പോൾ കുതിർന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗ്യാസ് ഓണാക്കി ഞാനൊരു പാൻ എടുത്ത് വെച്ച് അത് നല്ല ചൂടായി വരുമ്പോൾ 2 സ്പൂണാണ് ഞാൻ ഗീ ഒഴിക്കുന്നത്. ഗീയിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂണ് ഗീ ഒഴിച്ച് അത് നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മത്തങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം നല്ല മിക്സാക്കിയിട്ടൊന്ന് നല്ല ചൂടായി വന്ന് തിളച്ച് വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യണേ. നല്ലോണം മിക്സാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളം കാച്ചി വെച്ചിട്ടില്ല, അത് ഞാൻ അരിച്ച് അതിൻ്റെ കച്ചറെല്ലാം കളഞ്ഞ് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കൂല, കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നേരത്തെ പകുതിയല്ല ഒഴിച്ചത് മിക്സാക്കിയത്, ഇപ്പോൾ ഫുള്ളായിട്ടും അതിലൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ടോപ്പിട്ടിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പായസത്തിന് ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണല്ല തേങ്ങാപ്പാൽ. അപ്പോൾ ഇതിൽ ഞാനൊരു മീഡിയം സൈസ് തേങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ള് അതിൻ്റെ ബ്ലാക്ക് വന്നതെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല, കാരണം നമുക്കിത് വൈറ്റ് കളറിലല്ല കിട്ടുന്നത്. അപ്പോൾ ആ തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ തേങ്ങാപ്പാലെടുക്കാം. പച്ചരി ഇതിലേക്ക് ആവശ്യമുണ്ടല്ലോ, നേരത്തെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ, തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഒരു സംഭവം വെച്ചില്ല തിളക്കാൻ വേണ്ടിയിട്ട്, അതെന്തായി എന്നൊന്ന് നോക്കാം. നല്ല തിളച്ച് വന്നിട്ടിട്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചരിയില്ല, നല്ല മഷി പോലെ അരച്ചിട്ടുള്ള ആ പച്ചരി കുറച്ച് ഒഴിച്ചിട്ട് എന്താക്കാം, നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഇതിൽ മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് ചൂട് കൂടുമ്പോൾ നമ്മൾ പച്ചരി വെച്ചതാണല്ല, അപ്പോൾ ഒരു കട്ട പിടിക്കും. പിന്നെ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക.
ഇതിലേക്ക് ചേർക്കാനുള്ളത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഞാൻ രണ്ടാം പാൽ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല, ഒറ്റ പാൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം അത്രേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ആ കട്ടിക്കുള്ള തേങ്ങാപ്പാലിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സംഭവം റെഡിയാന്ന് കേട്ടോ. ഈ സമയത്ത് തന്നെ ഭയങ്കര സ്മെല്ലാന്ന് കേട്ടോ. അപ്പോൾ അതിനെ സ്മെല്ല് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കണം. ഒന്ന് ചെറിയ ചൂടിൽ അത് ടോപ്പിട്ടിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അത് കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മളെ നട്സ് എല്ലാം റെഡിയായി. ഇനി പായസത്തിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയ നട്സ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളെ പായസം റെഡിയായിട്ടുണ്ട്. ഞാൻ ഈ പായസം എൻ്റെ സ്വന്തം അമ്മായിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഇതിന്ന് വിഷുവാന്നല്ല, അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രക്ക് സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കും. തണുത്തിട്ട് കഴിക്കുന്ന ആൾക്കാർ തണുപ്പിച്ച് കഴിക്കുമ്പോൾ പുഡിങ്ങിൻ്റെ അതേ ടേസ്റ്റ് വരും. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല മത്തങ്ങ പായസമായിട്ട് തോന്നും. ഞാൻ കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡെസേർട്ടൊക്കെ അങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വോയിസ് ഓവർ എന്നെ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി കമൻസൊക്കെ ഇടുക കേട്ടോ. ഞാൻ അതിനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസും നല്ല വീഡിയോസൊക്കെ വരുന്നത് വരെ ഗുഡ് ബൈ, സീ യു.